മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് മലയാളത്തിന്റെ മറ്റൊരു പാഠഭാഗമാണ്. ഏതാണ് നമ്മളുടെ പാഠഭാഗത്തിന്റെ പേര്? കടൽ തീരത്ത്. അല്ലെ, നല്ല രസമുള്ള ഒരു കഥയാണ്. നമ്മൾ കാണുമ്പോഴും വായിക്കുമ്പോഴും അല്ലെ, ഇതിന്റെ ഷോർട്ട് ഫിലിമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കാണുമ്പോഴാണെങ്കിലും ഈ കഥ വായിക്കുമ്പോഴാണെങ്കിലും ഒക്കെ നമ്മളുടെ ഉള്ളിൽ അല്ലേ ഒരു സങ്കടത്തിൻ്റെ ഒരു നേരിയ വിങ്ങലൊക്കെ നമ്മളുടെ ഉള്ളിലുണ്ടാവും അല്ലേ. കാരണം അങ്ങനെ വളരെ വൈകാരികമായി എഴുതിയിരിക്കുന്ന അല്ലെ അത്തരത്തിലൊരു വിഷയത്തെയുമാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ, കഥയിൽ പ്രമേയമായി സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ ആരാണ് കഥ എഴുതിയിരിക്കുന്നത്? ഖസാക്കിന്റെ ഇതിഹാസകാരനായിട്ടുള്ള അല്ലെ, മലയാളത്തിൽ ആധുനിക സാഹിത്യത്തിന് അടിത്തറ പാകിയിട്ടുള്ള അല്ലെ, ഇദ്ദേഹത്തിന്റെ ഒക്കെ കൃതികൾ എന്ന് പറയുന്നത് ഏത് കാലത്തും പിന്നീടൊന്നും അത്ര മികച്ച കൃതികളൊക്കെ മലയാള സാഹിത്യത്തിന് അവകാശപ്പെടാനുള്ളത് വളരെ കുറവാണ്. അത്രയും ആഴത്തിലുള്ള അത്രയും ുള്ള കൃതികളൊക്കെയാണ് എന്ത് ചെയ്തത് നമ്മളുടെ അല്ലെ ഒ.വി. വിജയനെ പോലെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തിരിക്കുന്നത് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. അത്ര മനോഹരമായിട്ടുള്ള കേട്ടോ. അപ്പൊ ഖസാക്കിന്റെ ഇതിഹാസകാരൻ എന്നുള്ള വിശേഷണം നേടിക്കൊടുത്ത ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. അപ്പൊ നിങ്ങളതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ശ്രമിച്ചു നോക്കണം. അത്തരം കൃതികളൊക്കെ ഒന്ന് അല്ലെ, അത്ര മികച്ച സാഹിത്യ സൃഷ്ടികളാണ്. ഒരുപാട് കൃതികൾ, ധർമ്മപുരാണം, മധുരം ഗായതി, ഇങ്ങനെ ഒരുപാട് നോവലുകൾ എഴുതിയിട്ടുണ്ട്. പത്രപ്രവർത്തകനാണ്, അതേപോലെ എന്താണ് കാർട്ടൂണിസ്റ്റ് ആണ്, നോവലിസ്റ്റ് ആണ്, ഇങ്ങനെ ഒരുപാട് ചിത്രകാരനാണ്, കഥാകൃത്താണ്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ എന്താണ് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഒ.വി. വിജയൻ എന്ന് പറയുന്ന ആ വിപ്ലവകാരി, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക അത്ഭുതകരമായിട്ടുള്ള എഴുത്തുകൾ സമ്മാനിച്ചിട്ടുള്ള മനുഷ്യൻ കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളൊക്കെ എന്ത് ചെയ്യണം മക്കള് ഓർത്തു വെക്കണം. അപ്പോ ഈ എന്താണ് കടൽ തീരത്ത് എന്ന് പറയുന്നത് ഒരു വൃദ്ധനായിട്ടുള്ള അല്ലെ ഒരു അച്ഛൻ്റെ സങ്കടങ്ങളിൽ അല്ലെ, ആ അച്ഛൻ്റെ ഉള്ളിൽ ഒരു കടല് അല്ലെ, സങ്കടങ്ങളുടെ ഒരു കടല് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു പിതാവിലൂടെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ കഥയെ അവതരിപ്പിച്ചത്, ഒ.വി. വിജയൻ അവതരിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ഇത് എഴുതാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് എഴുതാനുണ്ടായിട്ടുള്ള ഒരു കാരണം അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഒരിക്കല് ആഫ്രിക്കയിൽ പത്രം വായിച്ചാണ് ഒ.വി. വിജയൻ. അപ്പൊ പത്രത്തിൽ ഇങ്ങനെ വന്നു, ആഫ്രിക്കയിൽ വെച്ച് കയ്യിൽ മയക്കുമരുന്നും കൊണ്ടൊരു യുവാവിനെ പിടിച്ചു, അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നുള്ളൊരു പത്രവാർത്ത വായിക്കുകയാണ്. അപ്പൊ ആ വാർത്തയാണ് എന്ത് ചെയ്യുന്നത് നമ്മളുടെ ഒ.വി. വിജയനെ കൊണ്ട് ഈ കഥ എഴുതിപ്പിച്ചത്. കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ പല ആളുകളെയും ഇന്ത്യയിൽ നിന്ന് പല അല്ലെ പാവപ്പെട്ട വീട്ടിലുള്ള ആളുകളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഒക്കെ ഉണ്ടാക്കി പുറം രാജ്യത്തൊക്കെ ജോലിക്ക് വേണ്ടി പോവുക. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ കുട്ടികൾ 20 വയസ്സായോ 18 വയസ്സൊക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്തരം കുട്ടികൾക്കിടയിൽ എന്ത് ചെയ്യുന്നു, മയക്കുമരുന്ന് കൊടുത്തയക്കുക, ചെല്ല് പിടിക്കപ്പെടുന്നു, ജീവിതകാലം മുഴുവൻ ജയിലിൽ അടയ്ക്കേണ്ടി വരും. അപ്പോൾ വീട്ടുകാർക്കൊന്നും അറിയില്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോലും പറ്റാത്ത വീട്ടുകാരായിരിക്കും അല്ലെ, നിരക്ഷരായിട്ടുള്ള ആളുകളായിരിക്കും അല്ലെ. അപ്പോൾ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകൾ പറയുന്നത് അല്ലെ ഓ എന്ന് പറയുന്നത് മാത്രം അനുസരിക്കുന്ന അല്ലെ, അത് മാത്രം അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനാവാത്ത നിസ്സഹായരായിട്ടുള്ള കുറേ മനുഷ്യരില്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തെമ്പാടും നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്ത് ചെയ്തത് ഒ.വി. വിജയൻ ഈ ഒരു പത്രവാർത്ത വായിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഫീൽ ചെയ്യാണ് വധശിക്ഷയ്ക്കാണ് വിധിച്ചത് അല്ലെ, ഇനി അയാളെ രക്ഷിക്കാൻ ആരുമില്ല. മേ ബി ആ ചെറുപ്പക്കാരൻ നിരപരാധിയായിരിക്കാം. കാരണം ലോകത്ത് ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, ആരും ചോദിക്കാനില്ലാത്ത ആളുകൾക്കെതിരെ എല്ലാ കാലവും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ നിന്നാണ്, ആ പത്രവാർത്തയിൽ നിന്നുമാണ് ഈ ഒരു കഥയുടെ പ്രമേയത്തിലേക്ക് ഒ.വി. വിജയൻ വരുന്നത്. അപ്പോൾ മലയാള ചെറുകഥാ സാഹിത്യത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കഥയാണ് ഇത് നമ്മുടെ കടൽ തീരത്ത് അല്ലെ. അപ്പോൾ ഒരു അച്ഛൻ്റെ വേദനകളാണ്, ഒരു കടല്, ഒരു സങ്കടത്തിൻ്റെ ഒരു കടൽ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു അച്ഛൻ അല്ലെ, വെള്ളായ്യപ്പൻ എന്ന് പറയുന്ന അച്ഛൻ്റെ ചിന്തകളിലൂടെ, അദ്ദേഹത്തിൻ്റെ യാത്രയിലൂടെയാണ് ഈ കഥ അല്ലെ, ഈ കഥ മുന്നോട്ട് പോകുന്നത്. വളരെ മനോഹരമായ ആഖ്യാനമാണ്. അപ്പോൾ അത് തന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കടൽ തീരത്ത് എന്ന് പറയുന്ന തലക്കെട്ട് അല്ലെ, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് മക്കൾ ഓർത്ത് വെക്കണേ. കടൽ തീരത്ത് എന്ന് പറയുന്ന തലക്കെട്ട് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. അപ്പൊ പാഴുതറ എന്ന ഗ്രാമത്തിൽ നിന്ന് എന്ത് ചെയ്യാണ് കണ്ണൂര് അല്ലെ, കണ്ണൂരില് സെൻട്രൽ ജയിലിലേക്ക് എന്ത് ചെയ്യാണ് യാത്ര ആരംഭിക്കുന്നിടത്താണ് അല്ലെ. പാഴുതറ എന്ന ഗ്രാമത്തിൽ നിന്ന് ആരംഭിക്കുന്ന യാത്രയാണ് അല്ലെ. പാഴുതറ എന്ന ഗ്രാമം മുഴുവൻ അദ്ദേഹത്തിന്റെ കൂടെ പോകാൻ തയ്യാറായിരുന്നു. പക്ഷെ അതിനുള്ള അവസ്ഥയില്ല അല്ലെ. അതിനുള്ള പട്ടിണി പാവങ്ങളാണ്, ദാരിദ്ര്യമാണ്, നിരക്ഷരരാണ്, വിദ്യാഭ്യാസമില്ല അല്ലെ. ആകെ അവർക്ക് അറിയാവുന്ന എന്താണ്, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കുറച്ച് മനുഷ്യരാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്
അല്ലെ. കണ്ടുണ്ണി ഒരിക്കലും ഒരു തെറ്റ് ചെയ്തതായിട്ട് പാഠത്തിൽ എവിടെയും പറയുന്നില്ല അല്ലെ. അതായത് വെള്ളായപ്പന്റെ മകൻ ഒരു തെറ്റ് ചെയ്തു അല്ലെ, അയാൾ ചെയ്ത തെറ്റ് എന്താണെന്ന് ഒരിക്കലും പറയുന്നില്ല. അത് ആർക്കും അറിയില്ല, പാഴുതറയിലുള്ള ആളുകൾക്കും അറിയില്ല, വെള്ളായപ്പനും അറിയില്ല. അപ്പൊ ഒരു ഗ്രാമം മുഴുവൻ ആർക്ക് വേണ്ടി കരയാണ്? കണ്ടുണ്ണിക്ക് വേണ്ടി കരയാണ്. അതിൽ നിന്ന് തന്നെ ആ മകൻ എത്ര നിസ്സഹായനാണ്, എത്ര നിരപരാധിയാണ് എന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ. അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യുന്ന ആളല്ല എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ മകന്റെ ചേതനയേറ്റ ശരീരം എന്ത് ചെയ്യുന്നു, പറയാർന്ന കൈകളാൽ ഏറ്റുവാങ്ങുന്ന അല്ലെ അച്ഛൻ അല്ലെ. അതേപോലെ പൊതിച്ചോറ് കെട്ടി നൽകുന്ന കോടച്ചി അല്ലെ, ആ ചോറ് മകന്റെ അല്ലെ പാഥേയം എന്ത് ചെയ്യാണ്, ആ മകന് ബലിച്ചോറായി നൽകുന്ന അച്ഛൻ. ഇങ്ങനെ പല 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 എന്താണ് അവസ്ഥകളിലും നമുക്ക് കഥയിൽ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടവും നോവും ഒക്കെ ഉണ്ടാവുന്ന ഒരു 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 നേർ ചിത്രമാണ് അല്ലെ നമുക്ക് എവിടെ ഫീൽ ചെയ്യുന്നത്, ഈ കഥയിൽ നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ ഒരു ചുട്ടുപൊള്ളിക്കുന്ന അല്ലെ, ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ചുട്ടുപൊള്ളിക്കുന്ന വേദനയാണ് നമ്മളുടെ ഈ ഒരു കഥയിൽ നമുക്ക് അനുഭവപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ വാക്യങ്ങളിലൂടെ എന്താണ് ധ്വനി സാന്ദ്രമായിട്ടുള്ള കഥയാണെന്ന് നമുക്ക് പറയാം. ധ്വനി സാന്ദ്രതയാണ് അല്ലെ ഈ കഥയുടെ ഒരു പ്രത്യേകത. അതുപോലെ വാക്കുകൾക്കും വാക്യങ്ങൾക്കും ഇടയിലുമുള്ള മൗനം അല്ലെ, മൗനം നിലനിൽക്കുന്നത്. പിന്നെ വെള്ളായപ്പൻ ജയിലിലെത്തുകയും ഇരുമ്പഴിക്കുള്ളിലെ ഇരുട്ടിൽ മകനെ കെട്ടുപിടിക്കുകയും ചെയ്യുന്നത് അല്ലെ, വധശിക്ഷയ്ക്കുള്ള ഒരുക്കങ്ങളും അല്ലെ, പുറത്തെ വെള്ളായപ്പന്റെ കാത്തിരിപ്പും എന്ത് ചെയ്യുന്നു, വായനക്കാരന്റെ ഉള്ളു തൊടുന്ന ഉള്ളു പൊള്ളിക്കുന്ന അനുഭവങ്ങളാണ് അല്ലെ. ഒരു പേറ്റിച്ചിയെ പോലെ, പേറ്റിച്ചി എന്ന് പറഞ്ഞാൽ ആരാണ്? പണ്ടൊക്കെ ഹോസ്പിറ്റലിലൊന്നും അല്ല എന്ത് ചെയ്യുന്നത്, പ്രസവമൊക്കെ എടുക്കുന്നത് അല്ലെ. അതിൽ പ്രസവം എടുത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറേ സ്ത്രീകൾ ഉണ്ടാവും നാട്ടിൻപുറത്ത് അല്ലെ. അപ്പോൾ അവരാണ് എന്ത് ചെയ്യുന്നത്, പ്രസവം എടുക്കുന്നത്. അവരെയാണ് പേറ്റിച്ചികൾ എന്ന് വിളിക്കുക. അപ്പോൾ ഒരു പേറ്റിച്ചി എങ്ങനെയാണോ ഒരു കുഞ്ഞിനെ എടുക്കുന്നത്, അമ്മയുടെ വയറ്റിൽ നിന്ന് എടുക്കുന്നത്, അതുപോലെ വെള്ളായപ്പൻ എന്ത് ചെയ്യാണ്, തൻ്റെ മകൻ്റെ ചേതനയാറ്റ അല്ലെ ജീവനില്ലാത്ത ശരീരത്തെ ഏറ്റുവാങ്ങുന്നു എന്നാണ് പറയുന്നത്. മൃതദേഹം എന്ത് ചെയ്യുന്നു, സ്വന്തം കാശിന് അത് ദഹിപ്പിക്കാനോ ഇഷ്ടമുള്ള വിശ്വാസപ്രകാരം അത് ചെയ്യാനോ ഉള്ള പൈസ പോലും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാണ്, ജയിൽ അധികൃതർക്ക് എന്നെ വിട്ടുകൊടുക്കാനാണ് ആർക്ക് സാധിക്കുന്നുള്ളൂ, വെള്ളായപ്പന് സാധിക്കുന്നുള്ളൂ അല്ലെ. അങ്ങനെ വെള്ളായപ്പൻ ആദ്യമായിട്ട് കടൽ കാണുകയാണ് അല്ലെ, കടപ്പുറത്തെത്തുകയാണ് വെള്ളായപ്പൻ അധികൃതരോട് കൂടെ അല്ലെ. കടപ്പുറത്ത് വെച്ച് കത്തിച്ചളിയാണ് അല്ലെ. അപ്പൊ അങ്ങനെ നിസ്സഹായതയായിട്ടുള്ള കഥാകൃത്ത് എന്ത് ചെയ്യുന്നു, വളരെ ഹൃദ്യമായിട്ട് ആ നിസ്സഹായതയെ അവതരിപ്പിക്കുന്നത് നമ്മൾ കാണണം അല്ലെ. ഒരു പൊട്ടിക്കരച്ചിലോ തേങ്ങലൊന്നുമില്ലാതെ ഒരു ദേഹം കൂടെ മണ്ണിൽ അലിയുന്നു. യാത്രയിൽ കഴിക്കാൻ ഭാര്യ കൊടുത്തയച്ച പൊതിച്ചോറ് മകന്റെ ബലിച്ചോറായി മാറുന്നു എന്നുള്ളതാണ് അതിന്റെ അവസാനത്തെ അല്ലെ പ്രയോഗം. എന്തോ അപ്പോൾ കഥാപാത്രങ്ങളാണ്. വെള്ളായപ്പനാണ് പ്രധാനപ്പെട്ട കഥാപാത്രം, മരക്കാര്, നീലിമണ്ണാത്തി, കണ്ടുണ്ണി, ഇത്രയുമാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ അല്ലെ. അപ്പൊ ഇതിലുള്ള ഒരു ചോദ്യം അല്ലെ, ഒരു ഉദാഹരണം ടീച്ചറോട് ചോദ്യം പറഞ്ഞവരാണ്. എന്താണ്, വെള്ളായപ്പൻ യാത്ര പുറപ്പെട്ടപ്പോൾ വീട്ടിൽ നിന്നും കൂട്ട നിലവിളി ഉയർന്നു. നിലവിളിക്ക് പ്രേരകമായത് എന്തായിരുന്നു എന്ന് വിലയിരുത്തുകയാണ് അല്ലെ. അപ്പം കഥയിൽ ഒരിടത്തും എന്ത് ചെയ്യുന്നില്ല, കണ്ടുണ്ണിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പറയുന്നില്ല അല്ലെ. പക്ഷെ മകനെ കാണാൻ ജയിലിലേക്ക് യാത്രയാവുന്ന ഈ വെള്ളായപ്പനാണ് കഥയുടെ കേന്ദ്രബിന്ദുവായിട്ട് വരുന്നത്. അപ്പൊ കഥയുടെ ഭാഗത്തൊന്നും കണ്ടുണ്ണിയുടെ മരണത്തിന്റെ സൂചനകളൊന്നും ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നില്ല അല്ലെ. പക്ഷെ പാഴുതറ എന്നുള്ള ഗ്രാമത്തിലുള്ള ഓരോ കുടിലുകളിലും എന്ത് ചെയ്യുന്നുണ്ട്, ആ വിഹ്വലതകളും നിലവിളികളും ഒക്കെ എന്താണ്, എന്തോ ദുരന്തത്തിന്റെ സൂചന നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലെ. അപ്പൊ ജയിലിൽ നിന്നും വന്ന മഞ്ഞക്കടലാസ് കിട്ടിയപ്പോഴാണ് അല്ലെ വെള്ളായപ്പൻ പോകുന്നത് അല്ലെ. അപ്പോൾ വെള്ളായപ്പന്റെ കണ്ണൂരിലേക്കുള്ള തീവണ്ടി യാത്ര എന്ന് പറയുന്നത് തന്നെ എന്താണ്, പാഴുതറ എന്ന ഗ്രാമത്തിന് വേണ്ടിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ കഥാകൃത്ത് പറയുന്നത്, അപ്പൊ ഗ്രാമവാസികൾക്ക് മുഴുവനും പണമുണ്ടായിരുന്നെങ്കിൽ വെള്ളായപ്പന്റെ കൂടെ അല്ലെ ജയിലിലേക്ക് പോകുമായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ അത് എന്താണ്, ആ ദരിദ്രരായുള്ള ഗ്രാമവാസികൾക്ക് അതിന് കഴിയാത്തത് പൈസ ഇല്ലാത്തതുകൊണ്ടാണല്ലേ. പക്ഷെ അവരുടെയൊക്കെ മനസ്സ് ആരുടെ കൂടെ പോകുന്നുണ്ട്, വെള്ളായപ്പന്റെ കൂടെ പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതെല്ലാം തന്നെ വെള്ളായപ്പനോടുള്ള ഗ്രാമത്തിന്റെ അനുഭാവമാണ്, കണ്ടുണ്ണിയോടുള്ള അനുഭാവമാണ് ടീച്ചർ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുന്നത്, ഈ ഭാഗത്തൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് വരുന്ന നിലവിളി കണ്ടുണ്ണിയെ ഓർത്തുള്ളതാണ് അല്ലേ. ഈ നിലവിളി അടക്കാനാവാത്ത ദുഃഖത്തിന്റെ രൂപത്തിൽ എന്ത് ചെയ്യുന്നു, ഗ്രാമവാസികളുടെ ഒക്കെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതേപോലെ ഇതിനകത്തുനിന്ന് വരുന്ന ചില ഗ്രാമർ അല്ലെ, വ്യാകരണപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ എന്തൊക്കെ ചോദിക്കാം, സന്ധികൾ ചോദിക്കാം അല്ലെ. സന്ധികൾ ചോദിക്കാം. സന്ധികൾ എന്താണ്, വിഗ്രഹിച്ചെഴുതാനൊക്കെ ചോദിക്കൂലോ. അപ്പൊ കടൽ തീരത്ത് അല്ലെ, കടൽ തീരത്ത് എന്നാണ് നമ്മൾ എഴുതുക അല്ലെ. അപ്പൊ എങ്ങനെയാണ് അത് പിരിച്ചെഴുതുക, നമ്മള് എങ്ങനെയാടാ പിരിച്ചെഴുതുക, കാണുന്നില്ലേ മക്കളെ? കടൽ അധികം
തീരത്ത്. മലയാളത്തിൽ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും, ഈ പ്ലസിനെ നമ്മൾ അധികം എന്നാണ് പറയുക കേട്ടോ. ഗ്രാമാറ്റിക്കലി അങ്ങനെയാണ് വ്യാകരണപരമായിട്ട് പറയുക. കടലധികം തീരത്ത്. ഇത് ഏത് സന്ധി എന്നറിയാമോ? ദ്വിത്വ സന്ധിയാണ്. സന്ധികൾ 4 ഉണ്ടെന്ന് അറിയാലോ മക്കൾക്ക്. അതായത് ഭാഷയിലെ ഏറ്റവും ചെറിയ ഘടകങ്ങളെയാണ് നമ്മൾ വർണ്ണങ്ങൾ എന്ന് പറയുക. ഈ വർണ്ണങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് വരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ സന്ധികൾ എന്ന് പറയുക. അങ്ങനെ പ്രധാനമായും 4 സന്ധികളാണ് മലയാളത്തിലുള്ളത്. എന്തൊക്കെയാണ്? ലോപസന്ധി, ആഗമസന്ധി, ആദേശസന്ധി, ദ്വിത്വസന്ധി. ഇങ്ങനെ 4 സന്ധികളാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. അപ്പൊ ഇത് വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ അല്ലേ, ഒരു വർണ്ണം എന്താണ് ഇരട്ടിക്കുന്നതിനെ നമ്മൾ ദ്വിത്വസന്ധി എന്നാണ് പറയുക. അപ്പൊ ഇത് ഏത് സന്ധിയാണ്? ദ്വിത്വസന്ധിയാണ് അല്ലെ. ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. കടൽ തീരത്ത്. ഈ തീ എന്ത് ചെയ്യുന്നു? താ എന്ത് ചെയ്യാണ്? താ ഇരട്ടിച്ച് കടൽ തീരത്ത് അല്ലെ, തകാരം ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഏതാണ്? മഞ്ഞപ്പുല്ല്. മഞ്ഞ അധികം പുല്ല്. ഇതും ഇരട്ടിക്കല്ലേ ചെയ്യുന്നത്? ദ്വിത്വസന്ധിയല്ലേ. മഞ്ഞ അധികം പുല്ല്. പൂ എന്തായിരുന്നു? പാ എന്തായിരുന്നു? പകാരം ഇരട്ടിക്കുന്നു. മഞ്ഞ പുല്ല് എന്നായിട്ട് മാറുകയാണ് അല്ലെ. എങ്ങനെയാണ് വരിക? മഞ്ഞ പുല്ല്. ക്ലിയർ ആയോ? അടുത്തത് ആദേശസന്ധിയുടെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. വെളിച്ചം. വെളിച്ചം ഇൽ. വെളിച്ചം ഇൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വെളിച്ചത്തിൽ അല്ലെ, വെളിച്ചത്തിൽ. പിന്നെ ശവം എ. ശവത്തെ. ശവം അധികം എ എന്താണ്? ശവത്തെ. അപ്പൊ ഇത് ആദേശസന്ധിയാണ്. ഒരു 2 വർണ്ണങ്ങൾ തമ്മിൽ അല്ലെ കൂടിച്ചേരുന്ന സമയത്ത് ഒരു വർണ്ണം പോവുകയും മറ്റൊരു വർണ്ണം വരികയുമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ കാണുന്നത് അല്ലെ. വെളിച്ചത്തിൽ എന്ന് പറയുമ്പോൾ വെളിച്ചം അല്ലെ, ആകാരം പോയിട്ട് എന്ത് ചെയ്യുന്നു അല്ലെ, മറ്റൊരു വർണ്ണം അല്ലെ, ഇകാരം ഇൽ എന്ത് ചെയ്യാണ് വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ശവം എ. ശവം അല്ലെ എന്ന് പറയുന്ന ശവം എന്നുള്ള എന്താണ്, ഇത് പോയിട്ട് എന്ത് ചെയ്യുന്നു, ഏകാരം വരികയാണ്, ശവത്തെ എന്നായിട്ട് മാറുകയാണ്. ഇനി എന്താണ് നമ്മൾ പറഞ്ഞത്? മറ്റൊരു ചോദ്യം നോക്കൂ. നമ്മൾ എന്താണ് ആഗമസന്ധി അല്ലെ. ഇതില് ആഗമസന്ധിക്ക് ഉദാഹരണം എന്താണെടാ? ആഗമസന്ധിക്ക് ഉദാഹരണം നോക്കൂ മക്കള്. ഏതാണ് ആഗമസന്ധിയുടെ ഉദാഹരണം നോക്കി? ഏതാണ്? ഇനി ഒരിക്കലും. ഇനി അധികം ഒരിക്കലും. ഇനി അധികം ഒരിക്കലും. അതാണ് ഇനി ഒരിക്കലും എന്നായി മാറുന്നത്. ഇനി ഒരിക്കലും. ഓക്കെ, അത് ഏതാണ് സന്ധി എന്നറിയാമോ? ആഗമസന്ധിയാണ്. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പുതുതായിട്ടൊരു വർണ്ണം വരികയാണ് അല്ലെ. ഇനി ഒരിക്കലും. ഇവിടെ എന്തില്ല? യകാരമില്ലല്ലോ. അപ്പൊ നമ്മൾ കൂട്ടി എഴുതുന്ന സമയത്ത് യകാരമായിട്ട് അത് മാറുകയാണ് അല്ലെ. ഇനി ഒരിക്കലും അല്ലെ. ഇനി ഒരിക്കലും അല്ലെ. ഒരു വർണ്ണം പോയിട്ട് എന്ത് ചെയ്യുന്നു? ഓ പോയിട്ട് എന്ത് ചെയ്യുന്നു? മറ്റൊരു വർണ്ണം വരും. ഇനി ഒരിക്കലും എന്നല്ല നമ്മൾ പറയും, ഇനി ഒരിക്കലും അല്ലെ. ഓ പോയിട്ട് എന്ത് ചെയ്യുന്നു? യാ വന്നാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഈ ആഗമസന്ധിക്ക് ഒരു ഉദാഹരണം നമുക്ക് പറയാൻ പറ്റും. തിരുവോണം അല്ലെ. തിരുവോണം അല്ലെ. തിരുവോണം നമ്മൾ എങ്ങനെ എഴുതാ? തിരു അധികം ഓണമാണ് തിരുവോണം. തിരു അധികം ഓണമാണ് നമ്മൾ തിരുവോണം എന്ന് എഴുതുക അല്ലെ. അപ്പൊ ഇതിൽ വാ ഇല്ലല്ലോ ഇവിടെ അല്ലെ. ഓ പോയിട്ട് എന്ത് ചെയ്യുന്നു? വാ വരികയാണ്. അതേപോലെ ഇവിടെ ഓ പോയിട്ട് എന്ത് ചെയ്യുന്നു? യാ വരികയാണ് നമ്മൾ കാണുന്നത്. ഇനി ഇവിടെ ഒരു ഉദാഹരണം കൂടെ നോക്കൂ നിങ്ങള്. കൈ ഇൽ അല്ലെ. കൈ അധികം ഇല്ലാണ് അല്ലെ. അപ്പൊ അത് ഈ പോയിട്ട് എന്ത് ചെയ്യുന്നു? യാ വരികയാണ് അല്ലെ. അതെങ്ങനെ നമ്മൾ എഴുതുക? കയ്യിൽ എന്ന് എഴുതുന്നു. അടുത്തത് ലോപസന്ധിക്ക് ഒരു ഉദാഹരണമാണ്. ലോപസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുന്ന സമയത്ത് ഒരു വർണ്ണം ലോപിച്ചു പോകുക. ലോപിക്കുക മീൻസ് ഇല്ലാതായി പോവുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ കാറ്റ്, ഇതെല്ലാം നമ്മുടെ കടൽ തീരത്ത് എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രാമറുകളാണ്, വ്യാകരണങ്ങളാണ്. കാറ്റ് അധികം ഇരമ്പുക. കാറ്റ് അധികം ഇരമ്പുകയാണ് എന്തായിത്തീരുന്നത്? കാറ്റിരമ്പുക അല്ലെ. കാച്ചിരമ്പുക. അപ്പൊ ഇവിടെ ഏതാ ഇല്ലാതായി പോകുന്നത്? ഈ ചന്ദ്രക്കലയാണ് അല്ലെ. അതിനെ നമ്മൾ സമൃദ്ധോകാരം എന്നാ പറയാ. എന്ത് പറയും? സമൃദ്ധോകാരം. ഡീറ്റെയിലായിട്ട് മക്കൾക്ക് ഗ്രാമറിന്റെ ക്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സന്ധിയുടെ ക്ലാസ് ഓൾറെഡി നമ്മളുടെ ചാനലിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ സമൃദ്ധോകാരം, അതൊന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണം. അത് കാണാത്തവർക്ക് ഇത് കണ്ടാൽ മനസ്സിലാവില്ല. സമൃദ്ധോകാരം. അപ്പൊ സമൃദ്ധോകാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചന്ദ്രക്കരയാണ് നമ്മൾ പറയാ. സമൃദ്ധോകാരം ഇരുട്ട് പോകുന്നു, അല്ലെങ്കിൽ കാച്ചിരമ്പുക എന്നല്ലേ നമ്മൾ പറയാം. ഇതെന്താണ്? കാച്ചിരമ്പുക അല്ലെ. അപ്പൊ ഈ ഇകാരം വരികയാണ് അല്ലെ. ഈ ച് എന്ന് പറയുന്ന ഈ സമൃദ്ധോകാരം ലോപിച്ചു പോയിട്ട് അത് കൂടിച്ചേരുന്നു അല്ലെ. കാച്ചിരമ്പുക. ഒരു ഉദാഹരണം കൂടെ നോക്കിയാലോ. നടുക്ക് എത്തിയപ്പോൾ അല്ലെ. നടുക്ക് അധികം എത്തിയപ്പോൾ. അപ്പൊ ഇവിടെയും സെയിം അല്ലെ നിയമമാണ് വരുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു സമൃദ്ധോകാരം ഉണ്ട്, അത് ലോപിച്ചു പോകുന്നു. എന്താവുന്നു? നടുക്കെത്തിയപ്പോൾ അല്ലെ. നടുക്കെത്തിയപ്പോൾ എന്നുള്ള രൂപത്തിലേക്ക് അത് മാറണം. അപ്പൊ ഇത്തരം കുറച്ച് എന്താണ് സന്ധികൾ അല്ലെ വിഗ്രഹിച്ച് എഴുതാൻ ചിലപ്പോൾ ചോദിക്കും. അപ്പൊ ഇത് ഓർത്ത് വെക്കുക. ക്ലിയർ ആയോ മക്കൾക്ക്? സെറ്റ് ആയോ? അപ്പൊ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നന്നായി ഉഷാറായിട്ട് പഠിക്കണം. ഏറ്റവും നല്ല മാർക്ക് വാങ്ങണം.
ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ബാക്കി ലൈവുകളിലൊക്കെ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കേട്ടോ കമൻറ്റ് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? മക്കൾ കമൻറ്റ് ചെയ്യണേ. എങ്ങനെയാണ്, എന്താണ്, ഇനി ഏത് പാഠം വേണം എന്നൊക്കെയുള്ളത് മക്കൾ കമൻറ്റ് ചെയ്യണം. ഇനി ഒരു ക്ലാസ്സിൽ നമുക്ക് കാണാം. ബൈ ബൈ.